നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. രാജ്യത്തെ പെട്രോൾ, ഡീസൽ, പാചകവാതക വില ഉടൻ കൂടുമെന്ന റിപ്പോർട്ട്. ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വരെ കൂടിയേക്കും. ഇന്ധനവില 5 രൂപയെങ്കിലും കൂടും. നഷ്ടക്കണക്കുകൾ സർക്കാരിനെ അറിയിച്ച് എണ്ണ കമ്പനികൾ. ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും എണ്ണ കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നും കേന്ദ്രം. വേനൽ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 കുട്ടികൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. മിന്നലേറ്റത് പന്തലൂർ വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നതിനിടെ. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ ആൻഡമാൻ തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ച ഡൽഹിയിൽ തുടരുന്നു. മുതിർന്ന നേതാക്കളോട് സംസാരിച്ച രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച നടത്തും. പ്രഖ്യാപനം നാളെയുണ്ടായേക്കും. തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. നാളെ രാവിലെ പാണക്കാട് അടിയന്തര യോഗം ചേരും. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി CPM നേതൃയോഗങ്ങൾ തുടരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്നതിൽ അന്തിമ തീരുമാനം യോഗത്തിനു ശേഷം. CPIയെ തള്ളി ഇടതുമുന്നണി കൺവീനർ. പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന് CPI മുന്നണിയിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ. നീറ്റ് പരീക്ഷ റദ്ദാക്കി. നടപടി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന്. പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. പരീക്ഷ റദ്ദാക്കിയത് വിശ്വാസ്യത സംരക്ഷിക്കാനെന്ന് NTA. ക്രമക്കേടിൽ കേസെടുത്ത് CBI. ചോദ്യപേപ്പർ ചോർച്ച സംഘടിത അഴിമതിയെന്നും മോദിയുടെ അമൃതകാലം വിഷകാലമായെന്നും രാഹുൽ ഗാന്ധി. തിരുവനന്തപുരത്ത് SFI പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുവാൻ സാധ്യത. വില വർധനവ് ആലോചനയിലാണെന്നും സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കുകൾ സർക്കാരിനെ അറിയിച്ചതായും എണ്ണ കമ്പനികൾ വ്യക്തമാക്കി. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും എണ്ണ കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണ കമ്പനികൾ സർക്കാരിന് തുടർച്ചയായ റിപ്പോർട്ട് നൽകിയിരുന്നു. വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് കമ്പനികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഡീസലിനും പെട്രോളിനും വില കൂടിയേക്കാം. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം ഇന്ധനവില വർധനവുണ്ടാകില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്നും എണ്ണ കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ 60 ദിവസത്തെ അസംസ്കൃത എണ്ണയും 60 ദിവസത്തെ പ്രകൃതിവാതകവും 45 ദിവസത്തെ LPGയും സ്റ്റോക്കുണ്ടെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതുൾപ്പെടെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അത് അവിശ്വസനീയമാം വിധം ദുർബലമാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇറാൻ ട്രംപിന് മറുപടി നൽകി. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ അവതരിപ്പിച്ചിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ ആവശ്യങ്ങൾ ട്രംപ് തള്ളിയതോടെ 10 ആഴ്ചക്കാലമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുമെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നുമുള്ള ആശങ്ക ശക്തമായിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഏത് വിധത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ടെഹ്റാന്റെ നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്തപരവും ഉദാരപരവുമാണെന്നാണ് ബഖായുടെ വിശദീകരണം. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളുടെ US നാവിക ഉപരോധം നിർത്തലാക്കുക, ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. യുദ്ധനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള ഇറാനിയൻ പരമാധികാരത്തിന് ഊന്നൽ നൽകണമെന്ന ആവശ്യവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. പന്തലൂർ മലയിലാണ് അപകടമുണ്ടായത്. 7 വിദ്യാർത്ഥികൾക്കാണ് മിന്നലേറ്റത്. വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നതിനിടെയാണ് ദുരന്തം.
മലപ്പുറത്ത് വെള്ളക്കെട്ടിൽ വീണ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. പൂക്കോട്ടൂരിലാണ് സംഭവം. 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. സഹോദരങ്ങളുടെ മക്കളാണ് മരിച്ചത്. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി ചേർത്തൊട്ടി അഫ്സലിന്റെ മകൻ ആദൽ മിറാഷ്, ഭാര്യയുടെ അനീത്തിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളിയിൽ ശക്തമായ മഴയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പിറവന്തൂർ വന്മള സ്വദേശി സിജു തോമസ് ആണ് മരിച്ചത്. നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സർവീസ് സ്റ്റേഷനിലായിരുന്നു അപകടമുണ്ടായത്. മഴയെ തുടർന്ന് സർവീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ കയറിയിരുന്നതായിരുന്നു സിജു. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറിക്ക് മുകളിലേക്ക് സർവീസ് സ്റ്റേഷന്റെ കോൺക്രീറ്റ് ഭിത്തി പതിക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് തകർന്ന ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. സർവീസ് സ്റ്റേഷനിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ് സിജു. കോട്ടയം രാമപുരം മേഖലയിൽ കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. രാമപുരം ഹൈസ്കൂളിന് മുൻപിൽ വൻ മരം കടപുഴകി വീണ് വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ആർക്കും പരിക്കുകളില്ല. റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. രാമപുരം ടൗണിൽ തന്നെ 5 മരങ്ങളാണ് റോഡിലേക്ക് കടപുഴകി വീണത്. കൂത്താട്ടുകുളം ഫയർഫോഴ്സും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചു മാറ്റുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ശക്തമായ മഴയിൽ കൊല്ലം പുനലൂരിൽ വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നെല്ലിപ്പള്ളി പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനത്തിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. വാഹനത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. മണ്ണിടിച്ചിലിനൊപ്പം കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസിനുള്ളിൽ മുകളിലേക്ക് വീഴുകയായിരുന്നു. JCB എത്തിച്ച് മണ്ണും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റാനുള്ള ശ്രമം തുടരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു. പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മുൻ KPCC പ്രസിഡന്റുമാരും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി നിയമസഭാ കക്ഷി യോഗത്തിലെ ഭൂരിപക്ഷം അഭിപ്രായം നടപ്പിലാക്കണമെന്നാണ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്. പ്രഖ്യാപനം അധികം വൈകില്ലെന്ന് ചർച്ചകൾക്കു ശേഷം PC വിഷ്ണുനാഥൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് നേതൃയോഗം നാളെ പാണക്കാട് രാവിലെ 10 മണിക്കാണ് യോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതൃയോഗം ചേരുന്നത്. പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്നാണ്. ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് യോഗത്തിലെടുക്കും. ലീഗിന്റെ അസംതൃപ്തി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ തുറന്നു പറഞ്ഞിരുന്നു. കൂടാതെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലും യോഗം തീരുമാനമെടുക്കും. VD സതീശന്റെ മംഗലാപുരം യാത്രയിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധിയെ കണ്ടതായുള്ള വാർത്തയിൽ KPCCയും AICCയും വിശദീകരണം നൽകണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമെടുത്ത് ജനവിധിയോടും ജനാധിപത്യ വ്യവസ്ഥയോടും കോൺഗ്രസ് നീതി പുലർത്തണം. സർക്കാർ രൂപീകരിക്കാത്ത സാഹചര്യത്തിൽ സംഘടനാ ഭാരവാഹികൾ നൽകുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റി. ക്യാബിനറ്റ് അനുമതിയില്ലാതെ സപ്ലൈകോ അരിയുടെ വില 2 രൂപ ഉയർത്തിയത് പ്രതിഷേധാർഹമാണെന്നും LDF കൺവീനർ പറഞ്ഞു. സതീശന് രാഷ്ട്രീയ ബിസിനസ് ആണോ എന്ന് ബിഗ് TV ചോദിക്കുന്ന നില സ്വീകരിക്കേണ്ടായി. ഇങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു ആരോപണം വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്കെതിരെ ഉയർന്നു വന്നാൽ, ഇത്തരമൊരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് വിശദീകരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. എന്നാൽ ഇതുവരെയും കേരളത്തിലെ KPCC നേതൃത്വമോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രത്തിലൂടെയാണ് വിമർശനം. ജനവിധി അപഹസിക്കരുതെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ലെന്നും വിമർശനം ഉയർന്നു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൊതുജനം കഴുതയാണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. കോൺഗ്രസ് അത്തരത്തിലേക്ക് മാറിയെന്നാണ് വിമർശനം. ജനം വിജയിപ്പിച്ചിട്ടും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇതുവരെയും നീങ്ങാത്ത കോൺഗ്രസ് നിഴലാട്ടങ്ങളിൽ അഭിരമിക്കുകയാണ്. ജനം തിരഞ്ഞെടുത്ത 102 MLA-മാർക്കോ അവരുടെ മുന്നണിക്കോ ഒരു നേതാവിനെ ഇതുവരെയും തിരഞ്ഞെടുക്കാനാവാത്തത് കൊള്ളരുതായ്മയാണെന്നും എഡിറ്റോറിയലിലൂടെ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന
നടക്കുന്ന അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും എല്ലാം ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ല. നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമോ അതല്ലെങ്കിൽ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ കോൺഗ്രസിന്റെ പ്രതിസന്ധിയെന്ന് ആ പാർട്ടി ആഴത്തിൽ പരിശോധിക്കണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിലെ സമസ്തയുടെ നിലപാട് കൂടെയാണ് എഡിറ്റോറിയലിലൂടെ വ്യക്തമാകുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPM നേതൃയോഗങ്ങൾ തുടരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്നതിൽ അന്തിമ തീരുമാനം നേതൃയോഗത്തിന് ശേഷമുണ്ടാകും. അതിനിടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ CPM കടുത്ത അതൃപ്തിയിലാണ്. മുന്നണിയിൽ ഇക്കാര്യം CPI ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് ശേഷം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിലെ സമഗ്ര മാറ്റത്തിന് നിർദ്ദേശം നൽകിയത്. ഇന്നലെ 13 മണിക്കൂറോളം നീണ്ടുനിന്ന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി ചർച്ച ചെയ്തു. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള എല്ലാ നേതാക്കളും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും തുറന്ന അഭിപ്രായ പ്രകടനത്തിന് വേദി ഒരുക്കണമെന്നാണ് യുവനിര ആവശ്യപ്പെട്ടത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അണികളിൽ നിന്നും തിരുത്തൽ നടപടികളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച് പ്രവർത്തന ശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്താനാണ് തീരുമാനം. CPMന്റെ ബഹുജന അടിത്തറയും അണികളുടെ വിശ്വാസവും നഷ്ടമായതായാണ് വിലയിരുത്തൽ. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പ്രധാന ഘടകകക്ഷിയായ CPIയും ഇന്നലെ നേതൃയോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വേണ്ടെന്ന അഭിപ്രായമാണ് നേതൃയോഗത്തിൽ ഉയർന്നത്. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം തള്ളി. പ്രതിപക്ഷ നേതാവ് സ്ഥാനം തീരുമാനിക്കുന്നത് CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NDAയിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമുള്ള ക്ഷണം നിരസിച്ച് കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM വോട്ടുകൾ മാത്രമല്ല ചോർന്നിട്ടുള്ളത്, കേരള കോൺഗ്രസ് Mന്റെ വോട്ടുകളും ചോർന്നിട്ടുണ്ടാകാമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം ശനിയാഴ്ച കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM വോട്ടുകൾ ചോർന്നതായി ആരോപണം ഉയർന്നിരുന്നു. വോട്ടുകൾ ചോർന്നിട്ടുണ്ടെങ്കിൽ CPM പരിശോധിക്കണമെന്ന് ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലപാട് മയപ്പെടുത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് രംഗത്തെത്തിയത്. CPMന്റെ മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഇടതു വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ എല്ലാം വോട്ടുകൾ, അതാണല്ലോ എൻ്റെ അർത്ഥം. നമ്മൾ കാണുന്ന റിസൾട്ട് എന്താണ്? 99 സീറ്റ് ഉണ്ടായിരുന്ന LDF 35 സീറ്റിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വോട്ട് അപ്പുറത്തെ മുന്നിലേക്ക് മാറാതെ സംഭവിക്കുകയില്ല. അത് കേരള കോൺഗ്രസിൻ്റെയും കാണും, പിന്നെ LDFിൻ്റെയൊക്കെ കാണും, എല്ലാ പാർട്ടിയുടെയും കാണും. കുറച്ച് വോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. NDAയിലേക്ക് പോകണം എന്ന തരത്തിൽ ഒരു ചർച്ചയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആലോചന പോലും ഇല്ല. എന്തിനാ അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്ത കാര്യങ്ങൾ മുന്നോട്ട് LDF നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം കൂടാൻ തീരുമാനിച്ചു. താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ എല്ലാ കമ്മിറ്റികളും ചേരാനും ഒക്കെ തീരുമാനിച്ചു. പാർട്ടിയുടെ നേതാക്കളെ ചുമതലപ്പെടുത്തി. ആലോചനയില്ലാത്ത സമയത്ത് ക്ഷണിച്ചിട്ടപ്പം അവർക്ക് താല്പര്യം കാണും, നമ്മളത് നിഷേധിക്കാനൊന്നും കഴിയില്ല. അവിടെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ. NDAയിലേക്കോ UDFിലേക്കോ പോകില്ല, LDFിൽ തന്നെ ഉറച്ചു നിൽക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും സർക്കാരുകൾ മാറി വരണമെന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇത്തവണയും സംഭവിച്ചതെന്നാണ് കേരള കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. പാർട്ടിയിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത റോഷി അഗസ്റ്റിന് ഇതിലൂടെ പുതിയ സ്ഥാനം ലഭിച്ചേക്കുമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. രാസവള മേഖലയിൽ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫും ഇന്ത്യൻ കെമിക്കൽ വളം മന്ത്രി ജഗത് പ്രകാശ് നദ്ദയും ചർച്ച നടത്തി. വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെയും സാമ്പത്തിക സഹകരണത്തെയും മന്ത്രിമാർ പ്രശംസിച്ചു. പൊതുവായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടും ഇരു രാജ്യങ്ങളിലുമുള്ള മികച്ച നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം യോഗത്തിൽ ഊന്നിപ്പറഞ്ഞു.
കോൺഗ്രസിന്റെ ഔദ്യോഗിക പോഷക സംഘടനയായ OICC സംഘടനാ ഭാരവാഹികളടക്കം നിരവധി പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുവൈറ്റിലെ മറ്റൊരു കോൺഗ്രസ് അനുകൂല സംഘടനയായ ഗൾഫ് പ്രദേശ് കൾച്ചറൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു. OICC എന്ന ഔദ്യോഗിക സംഘടനയുടെ ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെ ഏകപക്ഷീയമായുള്ള സമീപനത്തിൽ മനംമടുത്ത് എന്നാരോപിച്ച് അതിന്റെ നിലവിലെ നിരവധി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വെച്ച് രാജി പ്രഖ്യാപിച്ചിരുന്നു. GPCCയിൽ അംഗത്വമെടുത്തു. OICC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ IK, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രമോഹനൻ R നായർ, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ഷബീർ കൊയിലാണ്ടി, കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശരൺ കോമത്ത്, പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി വിനീഷ് പള്ളത്ത്, തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് CA തുടങ്ങിയ 15ഓളം പേരാണ് ഔദ്യോഗിക സംഘടന വിട്ടുപോയത്. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന കുവൈറ്റിലെ സാധാരണ പ്രവർത്തകരും നേതാക്കളും ഇനിയും GPCC എന്ന ഈ കോൺഗ്രസ് അനുഭാവ സംഘടനയിലേക്ക് കടന്നുവരുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിലെ OICCയിലാണ് കഴിഞ്ഞ 12 വർഷമായി നിലച്ചിരുന്ന വിഭാഗീയത പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് പോരും വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. അക്ഷരം വായനാവേദി ജിദ്ദ സംഘടിപ്പിച്ച യാത്രകളിലൂടെ ഒരു യാത്ര എന്ന പരിപാടി നവ്യാനുഭവമായി. വിവിധ രാജ്യങ്ങളിലെ ചരിത്രപ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച പ്രവാസി മലയാളികളുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. KT അബൂബക്കർ, അബ്ദുള്ള മുക്കണ്ണി, മുഹ്സീൻ കാളികാവ് എന്നിവർ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിസ നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനെക്കുറിച്ചും ഹിഷാം ഹാഫിസും കോയ അരീക്കോടും വിവരിച്ചു. പരിപാടിയിൽ സോഫിയ സുനിൽ അടക്കമുള്ളവരുടെ ഗാനാലാപനം നടന്നു. ചടങ്ങിൽ ഇബ്രാഹിം ഷംനാട് അധ്യക്ഷത വഹിച്ചു. തനജ്മുദ്ദീൻ അമ്പലങ്ങാടൻ, M അഷ്റഫ്, തമീം അബ്ദുള്ള മമ്പാട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നിയമം ലംഘിച്ച റോഡ് മുറിച്ചു കടന്നതിന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 8938 പേർക്കെതിരെ ട്രാഫിക് നിയമലംഘന കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കുവൈറ്റ് ജനറൽ ട്രാഫിക് വകുപ്പ്. 2025 ഏപ്രിൽ 22 മുതൽ 2026 ഏപ്രിൽ 22 വരെയുള്ള കാലയളവിലാണ് പിഴ ചുമത്തിയതെന്ന് ട്രാഫിക് റെഗുലേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ബദർ അൽ ഖത്താൻ വ്യക്തമാക്കി. റോഡ് സുരക്ഷ വ്യക്തിഗത ബോധവൽക്കരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും സമൂഹത്തിന്റെ സുരക്ഷയിൽ അവസാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് അനധികൃതമായി മുറിച്ചു കടക്കുന്നത് അപകടകരമാണെന്നും നിയമലംഘകർക്കും 20 മുതൽ 75 കുവൈറ്റി ദിനാർ വരെ പിഴ ഈടാക്കുമെന്നും ജനറൽ ട്രാഫിക് വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്ന ഹാജിമാരെ സഹായിക്കുന്നതിനായി സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം ഹജ്ജ് അസിസ്റ്റന്റ് സെൽ രൂപീകരിച്ചതായും തീർത്ഥാടകർക്ക് അവരുടെ മരുന്ന് സംബന്ധമായ സേവനങ്ങൾക്കും സംശയങ്ങൾക്കും SKPF ഹജ്ജ് അസിസ്റ്റന്റ് സെൽ അംഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണെന്ന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ സുഹാജ് അബ്ദുൽ സലീം അറിയിച്ചു. മുഹമ്മദ് തൻവീർ, മുഹമ്മദ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവരെ ബന്ധപ്പെടാവുന്നതാണ്. ഹാജിമാർ നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന മരുന്നുകളെക്കുറിച്ചുള്ള നിയമപരമായ സംശയങ്ങൾ, മറ്റു വിവരങ്ങൾ ഉൾപ്പെടുത്തി ബോധവൽക്കരണം നടത്താൻ ഈ ടീം സന്നദ്ധരാണ്. സന്നദ്ധ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റിൽ ജെറ്റ് സ്കീകൾ ഉപയോഗിച്ച് സഞ്ചാരികളെ ശല്യം ചെയ്ത കേസിൽ 7 പേരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. സമുദ്ര സുരക്ഷാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ച് മറ്റ് സഞ്ചാരികളെ ബുദ്ധിമുട്ടിച്ചതിനാണ് കേസ്. തീരപ്രദേശങ്ങളിലെ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്താനും തടയാനുമായി ശക്തമായ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുകയാണെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ജെറ്റ് സ്കീകളും മറ്റ് ജലവാഹനങ്ങളും ഉപയോഗിക്കുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. UAE തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങളോടെ താമസയിടങ്ങൾ സജ്ജമാക്കണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. കനത്ത ചൂട് കാലാവസ്ഥയിലേക്ക് രാജ്യം കടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. അന്തസ്സുള്ള താമസ സൗകര്യം, സുസ്ഥിര തൊഴിൽ സാഹചര്യം എന്ന പ്രമേയത്തിലാണ് രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ ഔദാര്യമല്ലെന്നും കടമയാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. തൊഴിലാളി ക്യാമ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം. അറ്റകുറ്റപ്പണികൾ യഥാസമയം നടപ്പാക്കുകയും ശുചിത്വവും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇടമായിരിക്കണം തൊഴിലാളികൾക്ക് താമസിക്കാൻ നൽകേണ്ടത്. കുടിവെള്ളം, ലോക്കറുകൾ, ഇന്റർനെറ്റ് സൗകര്യം, സുരക്ഷാ ജീവനക്കാർ എന്നിവയും ഉറപ്പാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു.
UAE ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 25 മുതൽ 29 വരെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അവധി. ശനി, ഞായർ, വാരാന്ത്യ ദിവസങ്ങൾ കൂടി വരുമ്പോൾ 9 ദിവസത്തെ അവധിയാണ് സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. മെയ് 23 തുടങ്ങുന്ന അവധിക്കു ശേഷം ജൂൺ 1 മുതലാകും സർക്കാർ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക. UAE സ്കൂളുകൾക്കും 9 ദിവസത്തെ ബലിപെരുന്നാൾ അവധി ലഭിക്കും. ഇസ്ലാമിക കലണ്ടറിലെ ദുൽഹജ് 10-നാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ചോദ്യപേപ്പർ ക്രമക്കേടിന് പിന്നാലെ ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്തും. സംഭവത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ മനീഷ് യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ് ഇതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതോടെയാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതിയ പരീക്ഷ പിന്നീട് നടത്തും. ഇതിനായി വിജ്ഞാപനമിറക്കും. പുതിയ ഹാൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതിയതായി രജിസ്ട്രേഷൻ നടത്തുകയോ ഫീസ് അടയ്ക്കുകയോ വേണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. അന്വേഷണ ഏജൻസികൾക്ക് പുറമെ NTA നടത്തിയ ആഭ്യന്തര അന്വേഷണവും കൂടി കണക്കിലെടുത്താണ് പരീക്ഷ റദ്ദാക്കിയത്. ഏകദേശം 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. പരീക്ഷയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അന്വേഷണം നടത്തിയിരുന്നു. പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച ഒരു ചോദ്യപേപ്പറിൽ നിന്നുള്ള 120 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലും വന്നതായാണ് കണ്ടെത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് ഇതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും കഠിനാധ്വാനമാണ് അഴിമതി നിറഞ്ഞ BJP സർക്കാർ തകർത്തതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ അമൃതകാലം യുവാക്കളുടെ ഭാവി നശിപ്പിക്കുന്ന വിഷകാലമായി മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു. പരീക്ഷാ സംവിധാനത്തിലെ അപാകതകൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം ഗൂഢാലോചനയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹരിയാന, ആന്ധ്ര, തെലങ്കാന, രാജസ്ഥാൻ, ഡൽഹി, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും ചോദ്യപേപ്പർ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ സൂത്രധാരനെന്ന് പോലീസ് ആരോപിക്കുന്ന മനീഷ് യാദവ് അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്നത് വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം AG's ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AG's ഓഫീസിന്റെ ഗേറ്റ് തകർത്ത പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാതിരിക്കാൻ പോലീസ് ലാത്തിവീശി. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ചും ധർണയും നടത്തി. പോലീസുമായി വാക്കേറ്റമുണ്ടായെങ്കിലും സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് C. വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AIADMKയിലെ 24 MLA-മാർ. TTV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S. കാമരാജും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145 ആയി. അതിനിടെ TVK സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാട് നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ വിജയ്ക്ക് അനുകൂലമാണ്. തമിഴക വെട്ടിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളായ DMKയും അണ്ണാ DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് TVKയ്ക്ക് രാഷ്ട്രീയ നേട്ടമായി. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അതിനിടെ തിരുപ്പത്തൂർ MLA ശ്രീനിവാസ സേതുപതി നിയമസഭാ നടപടികളിൽ പങ്കെടുക്കരുത് എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒറ്റ വോട്ട് തോൽവിയിലെ DMK ഹർജിയിലാണ് ഉത്തരവ്. ശ്രീനിവാസ സേതുപതി വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്നും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അണ്ണാ DMKയിലെ 24 MLA-മാർ രംഗത്ത് വന്നു. TTV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S. കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145 ആയി. അതേസമയം സഭയിലെ എല്ലാ അംഗങ്ങളെയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിർത്തുമെന്നും തുല്യ അവകാശം ഉറപ്പുവരുത്തുമെന്നും നിയമസഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. அந்த பதவி ஏற்றுள்ள தங்கள் இருவராலும் காப்பாற்றப்படும் என்னும் நம்பிக்கையை மீண்டும் தெரிவித்து என் உரையை நிறைவு செய்கிறேன். நன்றி, வணக்கம். സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയുടെ സുപ്രധാന ഉത്തരവും ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. സ്കൂളുകൾക്ക് സമീപമുള്ള 186, ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276, ബസ് സ്റ്റാൻഡിനടുത്തുള്ള 255 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്.
2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടണം എന്നാണ് ഉത്തരവ്. തമിഴ്നാട്ടിൽ ആകെ 4765 ടാസ്മാസ് ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 717 എണ്ണമാണ് പൂട്ടുക. മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ മദ്യശാലകളുടെ കണക്കെടുക്കാനുള്ള അനൌദ്യോഗിക നിർദ്ദേശം വിജയ് നൽകിയിരുന്നു. പൊതുജന താൽപര്യാർത്ഥമുള്ള നടപടി എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജോത്സ്യനായ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചു. വിജയ് അധികാരത്തിൽ വരുമെന്ന് 1 വർഷം മുൻപ് പ്രവചിച്ചത് റിക്കി രാധനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലികളിലും മറ്റും വിജയുടെ കൂടെ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. TVKയുടെ പേര് വിജയുടെ ജനന വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും പാർട്ടി ഉന്നത വിജയം കരസ്ഥമാക്കുമെന്നും റിക്കി പ്രവചിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.